ഐ ആം ആദി കൃഷ്ണ. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ H2 ബാച്ചിലർ വിദ്യാർത്ഥിയാണ്. ഞാൻ തലശ്ശേരി സെൻറ്ററിലാണ് പഠിച്ചത്. ബ്രില്യനെ കുറിച്ചിട്ട് ആദ്യം തന്നെ പറയാനുള്ളത് ബ്രില്യൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. നല്ല കൺസെപ്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എക്സാമിൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. ബ്രില്യൻ്റെ പ്രോസസ്സ് കൺസെപ്റ്റ് നല്ലോണം എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടാത്തുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനും അതിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാക്കൽറ്റീസ് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യമാണ് ബ്രില്യൻ്റെ ഷെഡ്യൂള്. കൃത്യസമയത്ത് തന്നെ വീക്കിലി എക്സാം ആണെങ്കിലും മോഡൽ എക്സാം ആണെങ്കിലും കൃത്യസമയത്ത് തന്നെ നടത്താറുണ്ട്. അതിലിപ്പോൾ ക്യാൻസൽ ചെയ്യലോ ലാഗോ അങ്ങനത്തെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. മോഡൽ എക്സാം വരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു മുന്നോട്ട് പോയത്. പിന്നെ പറയാനുള്ളത് ലേണിംഗ് ആപ്പിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ ഒരു 1 ഇയർ ലേണിംഗ് ആപ്പ് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ സീരീസ് ഓഫ് എക്സാംസ് ഉണ്ട്, വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് വീഡിയോ ക്ലാസ്സസ് കണ്ടിട്ട് ലെക്ചർ നോട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം ടൈം എടുത്തിട്ട്. അതുപോലെ തന്നെ ബ്രില്യൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വർക്ക് ബുക്കാണ് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ തലശ്ശേരി സെൻറ്ററിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നീറ്റിന് 3 ബാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചർ റോയ് സാറായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് പേഴ്സണൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്തായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ബാക്കി ക്ലാസ്മേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ്. പിന്നെ ബ്രില്യൻ്റെ ഡയറക്ടറായ ജോർജ് സാർ ഇടയ്ക്ക് വരാറുണ്ട്, ഓരോരോ മോട്ടിവേഷൻ തരാറുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈം മോഡൽ എക്സാം വരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവസാനത്തെ 3 മാസം മൊത്തം മോഡൽ എക്സാമാണ്. അതിൽ നമുക്ക് ഏതെങ്കിലും കൺസെപ്റ്റ് കിട്ടാത്തയോ പഠിക്കാത്തയോ ഉണ്ടെങ്കിൽ അതിൽ കവറപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതിലിപ്പോൾ എക്സാമിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിപ്പോ കിട്ടാത്ത കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആണ്. ഇനി റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഇപ്പോൾ 3 സബ്ജക്റ്റിനുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇപ്പോൾ ഫിസിക്സ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്താൽ അതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റും പഠിച്ച് വെക്കുക ആദ്യം തന്നെ. എന്നിട്ട് അതിന് റിലേറ്റ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ആ പ്രോബ്ലംസ് തന്നെ കുറേ കൺസെപ്റ്റ്, ഒരു പ്രോബ്ലം തന്നെ കുറേ കൺസെപ്റ്റ് കിട്ടി. പിന്നെ കെമിസ്ട്രി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി ഇപ്പോൾ ഓർഗാനിക് എടുത്താൽ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ ബ്രില്യനിലുണ്ട്. അത് റിയാക്ഷൻ മെക്കാനിക്സ് നല്ലോണം വൃത്തിക്ക് പഠിക്കുക, ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോവുക, അടുത്ത ഓർഗാനിക് ചാപ്റ്ററിലേക്ക് പോവുക. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ ചാപ്റ്റർ പഠിച്ചിട്ട് മറ്റേതിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നോർഗാനിക്കിൽ കേസ് പറയുകയാണെങ്കിൽ ഇന്നോർഗാനിക്കിൽ കുറേ ട്രെൻഡ്സിലുണ്ടാവില്ലേ, അതിൽ ഓരോ ട്രെൻഡ്സിൽ കുറേ കോൺസെപ്റ്റ് ഉണ്ടാവും. അതെല്ലാം ഓർത്ത് വെക്കുക. പിന്നെ ഓർഗാനിക്കിൻ്റെ ഒന്നുകൂടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക്കിൽ ഓരോ റിയാക്ഷൻസിൻ്റെ മെക്കാനിസം പഠിച്ചാൽ അത്രയും നല്ലതാണ്. ഇപ്പം മെയിൻസ് പ്രത്യേക ബയോളജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബയോളജി എത്ര പഠിച്ചാലും മിസ്റ്റേക്സ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. അതുകൊണ്ട് മാക്സിമം വായിക്കുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. പിന്നെ ഒരിക്കലും NCERT ബൈഹാർട്ട് എന്ന രീതിയിൽ പഠിക്കുക. ബയോളജി കൺസെപ്റ്റ് അറിഞ്ഞിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.